ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച് കപ്പടിച്ച് ചിരി നിറച്ച് കണ്ണിറച്ച് പൊടി പാറിയ പൊടി പൂര സൂപ്പർ ബമ്പർ. Super Bumper co-powered by Parle Hide and Seek Choco Chip Cookies. ത്രോ ആൻഡ് ക്യാച്ച് ആണ്. ഇവിടെ കുറെ വൈൻ ഗ്ലാസ് ഇരിപ്പുണ്ട്. ഈ വൈൻ ഗ്ലാസ് എടുക്കുക, മനസ്സിലായോ? എന്നിട്ട് ഇതിങ്ങനെ കറക്കിയിട്ട് അങ്ങനെയല്ല, ഏതായാലും അത് ഞാൻ ഓക്കെ, അത് ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം. ഓക്കെ, 1 2 3 4 5 100 സെക്കൻഡാണ് സമയം. കൈയടിക്കാൻ ഒടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കുടപ്പുഴയാകെ അലഞ്ഞു നാണ്ടി. കഴിഞ്ഞു. ഓക്കെ, കളിക്കാൻ വേണ്ടി തന്നെ വന്നിരിക്കുകയാണ്. പൈസ ഉറപ്പിച്ചാണ് നിങ്ങൾ. നമസ്കാരം, സൂരജ് പാലക്കാരനാണ്. സി കേരളം സൂപ്പർ ബമ്പറിന്റെ ഷൂട്ട് ഇന്ന് നടക്കുന്നത് തലശ്ശേരി ചിറുക്കുനി പാലയാടാണ്. പഴയൊരു ഗ്രാമമാണ് കേട്ടോ. ഇവിടെ നല്ല ഒരു പ്രത്യേകതയുള്ള ഒരു തനത് ഗ്രാമം എന്നൊക്കെ പറയാം. എല്ലാവിധ ഗ്രാമത്തിൻ്റെ ഭംഗി തുളുമ്പുന്ന ഒരു ഗ്രാമം തന്നെയാണിത്. ഏതായാലും നമ്മുടെ ടീമുകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏതായാലും കാഴ്ചകൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ചേട്ടാ, എന്നാ ഉണ്ട് വിശേഷം? സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. എന്താ പേരെന്താ? എന്റെ പേര് സജീവൻ. നമ്മുടെ നാട് എങ്ങനെയുണ്ട്? അടിപൊളി നാടല്ലേ? അടിപൊളി നാടാണല്ലേ? എന്ത് ചെയ്യുന്നു? ഞാൻ ഹോട്ടലിൽ പൊറോട്ട മേക്കറായിട്ട് വർക്ക്. പൊറോട്ട മേക്കറാണ്. അടിച്ച് തകർക്കുകയാണ് അല്ലേ? പൊറോട്ട നിങ്ങളാണ് ഈ പൊറോട്ട ഇങ്ങനെ ഇടിച്ച് നിരപ്പാക്കുന്ന ആളല്ലേ? പൊറോട്ട നന്നായിട്ട് അടിക്കോ ചേട്ടൻ നന്നായിട്ട് അടിക്കോ? ഞാൻ നന്നായിട്ട് അടിക്കും, പൊറോട്ട അടിക്കും. പൊറോട്ട അടിക്കും. പൊറോട്ട നന്നായിട്ട് അടിക്കും എന്നാണ് കേട്ടോ ചേട്ടൻ പറഞ്ഞത്. ഓക്കെ, വീട് എവിടെയാണ്? ഇവിടുന്ന് 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ അടുത്ത്. നമ്മുടെ ഷോ കാണാൻ വേണ്ടി വന്നതാണോ? ഞാൻ കാലത്ത് തന്നെ ഇവിടെ ഒരു പബ്ലിഷ് കണ്ടു, അപ്പൊ അത് കേട്ട് വന്നതാണ്. നമുക്കിന്ന് അടിച്ചു പൊളിക്കാം. ഓക്കെ, പേരെന്ന് പറഞ്ഞേ? സജീവൻ. അപ്പം നമ്മുടെ പ്രേക്ഷകരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, എല്ലാവർക്കും ടാറ്റ കൊടുത്തേരെ. ഓക്കെ, ഐ ലവ് യു. തീർച്ചയായും. ഓക്കെ, സന്തോഷം. നമസ്കാരം. എന്തുണ്ട്? പേരെന്താണ്? പത്മനാഭൻ. പത്മനാഭൻ. എന്ത് ചെയ്യുന്നു? കച്ചവടമാണല്ലേ? എങ്ങനെയാണ് നമ്മുടെ നാടിനെ കുറിച്ചൊരു അഭിപ്രായം? നമ്മുടെ സ്വന്തം നാട് നല്ല നാടാണല്ലേ? നല്ല സ്നേഹമുള്ള ആൾക്കാരുള്ള നാടാണ്. എല്ലാ തരത്തിലും. ഓക്കെ, ഒരുപാട് സന്തോഷം പരിചയപ്പെടാൻ പറ്റിയത്. ഓക്കെ, സന്തോഷം. താങ്ക് യു. നമ്മുടെ ഓട്ടോ എവിടെ ചെന്നാലും നമുക്ക് കാണാറുള്ള കിട്ടാറുള്ള കുറെ ആളുകളാണ് ഓട്ടോക്കാർ. ചേട്ടൻ ഓട്ടോക്കാർ. എന്താണ് പേര്? കുമാരൻ ചേട്ടനാണ്. എത്ര വർഷമായിട്ട് ഓട്ടോ ഓടിക്കുക? 8 വർഷമായിട്ട്. 8 വർഷമായിട്ട് ഓട്ടോ ഓടിക്കുകയാണല്ലേ? സന്തോഷമായിട്ടിരിക്കുന്നു. ഓട്ടോ ഉണ്ടോ? ഓട്ടം കുറവാണ്. ഇവിടെ നമ്മൾ കൂടുതലും ആളുകൾ എന്തിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് കൂടുതൽ? സാധാരണ തൊഴിൽ. കൃഷിക്കാരുണ്ടോ? കൃഷിക്കാരുണ്ട്. ചുരുങ്ങിയ. അതെ അല്ലേ? ഓട്ടോ എത്ര ഓട്ടോ ഉണ്ട് ഇവിടെ? 10-80 ഓട്ടോ ഉണ്ട്. എല്ലാവർക്കും ഓട്ടോ ഉണ്ടോ? ഇല്ല, കുറവാണ്. മൊത്തത്തിൽ നമ്മുടെ നാട്ടിലെ സാമ്പത്തിക അവസ്ഥ വളരെ പരിതാപകരം. അത് പൈസയുടെ പ്രശ്നങ്ങളുണ്ട്. എല്ലാം മാറും. നമുക്ക് എല്ലാം മാറാനായിട്ട് പ്രാർത്ഥിക്കാം അല്ലേ? അത്രേ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവിടുത്തെ ഒരു സെറ്റപ്പും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്താണെന്ന് വെച്ചാൽ എവിടെ ചെന്നാലും നമുക്ക് ഓട്ടോക്കാർ ചേട്ടന്മാരെ കിട്ടാറുണ്ട്, സാധാരണ ജനങ്ങളെ കിട്ടാറുണ്ട്. സി കേരള സൂപ്പർ ബമ്പറിന് എവിടെ ചെന്നാലും കിട്ടുന്ന സ്നേഹവും സ്വീകരണവും ഒക്കെ നമ്മൾ സാധാരണക്കാരിലേക്ക് ചെല്ലുന്നു എന്നുകൊണ്ട് തന്നെയാണ്. അപ്പം ഇവിടെ നമ്മുടെ ഏകദേശം ഷൂട്ട് തുടങ്ങാൻ 9:30 അവിടെ നമ്മുടെ ക്രൂ ഫുള്ളുണ്ട്. നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇവിടെ ക്രൂ ഫുൾ മെമ്പേഴ്സ് എല്ലാം അവിടെ സെറ്റ് ചെയ്യുകയാണ്. അവിടെ സൗണ്ടിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു. എവിടെ ചെന്നാലും വലിയൊരു ടീം ബെൽറ്റ് തന്നെ നമ്മുടെ ഈ ടീമിലുണ്ട് സൂപ്പർ ബമ്പറിന്. ഏതായാലും ഷൂട്ട് തുടങ്ങാൻ സമയമായി. കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഞാനൊന്ന് സെറ്റായിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് റെഡിയാക്കി വന്നിട്ട് ഷൂട്ട് ഏതായാലും തുടങ്ങാം. ഏതായാലും കാത്തിരിക്കുക. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. സി കേരളം സൂപ്പർ ബമ്പറിലേക്ക് സ്വാഗതം. ചിറുക്കുനി പാലയാടാണ് നമ്മൾ നിൽക്കുന്നത്, തലശ്ശേരിയിൽ. കണ്ടല്ലോ, ഇവിടുത്തെ നാടിന്റെ പ്രത്യേകതയൊക്കെ നിങ്ങളെ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ ഈ ഫ്ലോറിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങളെയൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഒരുപാട് സ്നേഹമുള്ള നല്ല കലാകാരന്മാരുള്ള നല്ല ആളുകളുള്ള സ്ഥലമാണ് നമ്മുടെ ഈ സ്ഥലം എന്ന് പറയുന്നത്. ഓരോ നാടിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഈ നാടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്ന ഈ കാണുന്ന ജനങ്ങൾ തന്നെയാണ്. എല്ലാവരെയും നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം. എന്താ പേര്? ഞാൻ സന്തോഷ് കുമാർ. എന്ത് ചെയ്യുന്നു? ബിസിനസ്. എന്ത് ബിസിനസ്സാ? ഇലക്ട്രിക്കൽ ബിസിനസ് ആണ്. കുട്ടികള്? ഭാര്യ? ഒരു കുട്ടിയും ഒരു ഭാര്യയും. ഒരു ഭാര്യയുള്ളൂ? ഓക്കെ. എന്താണ് പേര്? അനിൽകുമാർ. അനിൽകുമാർ. എന്ത് ചെയ്തു? സിവിൽ സപ്ലൈസ്. ഓക്കെ. വീട് എവിടെയാണ്? ഇവിടെ ആണ്ടല്ലൂര്. എന്താ ചേട്ടന്റെ പേര്? മഹേഷ്. മഹേഷിന്റെ പ്രതികാരം ഉണ്ടോ? ഇല്ല. എന്ത് ചെയ്യുന്നു? ഒരു ഷോപ്പാണ് തലശ്ശേരി. ഷോപ്പാണോ ഷാപ്പാണോ? ഷോപ്പ്. ഓക്കെ.
വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനമ്മ മക്കള് എല്ലാവരും. എല്ലാരും ഉണ്ട്. ഇവിടെ കുറെ ആളുകളൊക്കെ ഇങ്ങനെ മിന്നിച്ച് നിൽപ്പുണ്ട്. നമസ്കാരം. നമസ്കാരം. എന്തുണ്ട്? എന്റെ പേര് സഹീർ എന്നാണ്. സഹീർ, എന്ത് ചെയ്യുന്നു? ഞാൻ സെയിൽസിലാണ്. എന്തോ? സെയിൽസിലാണ്. സെയിൽസിലാണ്. ഇവിടെ വീട് ഇവിടെയാണോ? അവിടെ തന്നെ. ഇവിടെ നമ്മുടെ ഈ നാടിന്റെ ഒരു പ്രത്യേകത ചുരുങ്ങിയ വാക്കിൽ എന്ന് പറയും. എന്താണ് ഈ നാടിന്റെ? നമ്മുടെ ഓരോ നാടിന്റെ ഒരു പ്രത്യേകത ഉണ്ടാവല്ലോ. ഈ നാട്ടിൽ ഇവിടെ എല്ലാവരും വളരെ യോജിച്ചിട്ടാണ് പോകുന്നത്. ഞാനിത് ചോദിക്കാനുള്ള കാരണം സെയിൽസിലുള്ള ആളുകളൊക്കെ ആകുമ്പോൾ പല സ്ഥലങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഓരോ നാട്ടിൽ ചെന്നിട്ട് വരുമ്പോഴായിരിക്കും നമ്മുടെ നാടിന് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, നമ്മുടെ സ്ഥലം കൊള്ള എന്നൊക്കെ തോന്നാറില്ലേ? അല്ലേ? എന്താണ് ഇവിടുത്തെ ഒരു പ്രത്യേകത? എന്താണ്? ഇവിടെ എല്ലാവരും നല്ല യോജിച്ചോട് ജീവിക്കുന്നതാണ്. തല്ലും ബഹളമൊന്നുമില്ല. ബഹളം ഉണ്ടാക്കിയാലോ? നിങ്ങളായിട്ട് ഉണ്ടാക്കുവോ? ഇല്ല. ഓക്കെ, സന്തോഷമായിട്ട് ഇന്ന് പോയില്ല. ഓ ഇല്ല. ഓക്കെ, ഇവിടെ സുന്ദരനായ ഒരു ചേട്ടനെ കണ്ടോ നിങ്ങള്? നോക്കി, പാവം അല്ലേ? എന്താ പേര്? സൂരജ്. സൂരജ് എന്നുള്ള പേര് അല്ലേ? വല്ലാത്തൊരു അങ്ങനെയുള്ള പേരുള്ളവരെല്ലാരും ഭയങ്കര സുന്ദരന്മാരായിരിക്കും, ഒരുപാട് സ്നേഹമുള്ള ആളുകളായിരിക്കും അല്ലേ? സത്യം. എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു റീറ്റെയിൽ ഷോപ്പ് നടത്തുന്ന കണ്ണൂരാണല്ലേ? ഫാമിലി വൈഫാണ്. വൈഫ് മോള് ക്ലാസ്സിൽ പോയിട്ട്. ക്ലാസ്. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നു. അമ്മേ, എന്റെ പൊന്നു, എന്നാ വിശേഷമൊക്കെ? നല്ലത് തന്നെ. ഫ്രണ്ടിലെ പല്ല് എന്നാ പോയത്? എത്ര വർഷങ്ങൾക്ക് മുമ്പാ പോയത്? അത് കുറേയായി. പോവാനുള്ള കാരണം എന്തായിരുന്നു? തന്നാലെ പോയതാ. നമുക്കൊരു പറ്റിയതല്ല വേറെ ലക്ഷ്മി വെപ്പുപല്ല് വെക്കുന്ന പല്ലില്ലേ? എക്സ്ട്രാ വെക്കുന്ന പല്ല് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. വെക്കുന്നില്ലേ? വെക്കണം, പൈസ വേണ്ട. പൈസ വേണ്ടേ? അതാണ് പ്രശ്നം. നമുക്കൊരു സെറ്റപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോ ഉണ്ടല്ലോ ഇവിടുത്തെ ഒരു സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇതൊക്കെയാണ് ഈ നാടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് സൂപ്പർ ബമ്പറാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടുന്ന് ആരാണ് സൂപ്പർ ബമ്പർ കളിച്ച് നേടുക എന്ന് എനിക്കറിയില്ല. അപ്പോൾ സി കേരള സൂപ്പർ ബമ്പറിൽ നമ്മൾ 5 കണ്ടസ്റ്റന്റിനെ നമ്മളിവിടെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. എന്തായാലും ഈ നാടിന്റെ അഭിമാന താരങ്ങളാകാൻ പോകുന്ന പ്രിയ സുഹൃത്തുക്കളെ 5 പേരെ നമുക്ക് സി കേരളം സൂപ്പർ ബമ്പറിലേക്ക് സ്വാഗതം ചെയ്യാം. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാ. ഇപ്പോ ഇവരാണ് 5 ചുണക്കുട്ടികൾ. ഒന്ന് പരിചയപ്പെടാം അവരെ. എന്താ പേര്? പ്രവീൺ അല്ലേ? ആ പ്രവീണാണോ? പ്രവീൺ. എന്ത് ചെയ്യുന്നു പ്രവീൺ? മാർക്കറ്റിംഗ് ആണ്, ഇൻഷുറൻസ്. ഇൻഷുറൻസ് ആണല്ലേ? ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരാറുണ്ടോ? തീർച്ചയായിട്ടും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യും. ഓരോ സ്ഥലത്തിലും ഓരോ തരത്തിലുള്ള ആളുകളാണ്. അതെ, പല ഭാഷകളും പല ഇത്. ഓക്കെ, വീട് ഇവിടെ തൊട്ടടുത്ത്? ഇവിടുന്ന് ഒരു 5 മിനിറ്റ് ഉള്ളു. ഓക്കെ, സുഖമായിരിക്കുന്നു. ഫാമിലിയൊക്കെ? ഓ, കുഴപ്പമില്ല, ഉഷാറായി പോകുന്നു. കുട്ടികളുണ്ടോ? ഇല്ല. ഓക്കെ, സന്തോഷം. അദ്ദേഹത്തെ പരിചയപ്പെടാം. ജിഷ്ണു. എന്തോ? ജിഷ്ണു. ജിഷ്ണു എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ ഒരു കൊറിയർ സർവീസിൽ വർക്ക്. ജിഷ്ണു കലാകാരനാണ് മുഖത്തല്ലേ? ജിഷ്ണുവിന്റെ മുഖത്ത് നോക്കിയ നല്ലൊരു കലാകാരന്റെ ലുക്കില്ലേ? ഇല്ലേ? എന്താ ജന്മന കിട്ടിയതാണ്. ആ വിനയം, ആ എളിമ. ഓക്കെ, വീട് എവിടെയാണ്? തൊട്ടപ്പുറത്താണ്. ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്? അമ്മ, അച്ഛൻ, ഒരു പെങ്ങളുണ്ട്. സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, സന്തോഷം കേട്ടോ. അപ്പൊ അടുത്ത ആരാനാ? സാന്ദ്ര. എന്ത് ചെയ്യുന്നു സാന്ദ്ര? +2 പഠിക്കുന്നു. +2 പഠിക്കുന്നു. +2 ഏതാണ്? കൊമേഴ്സ് ആണ്. നന്നായിട്ട് പഠിക്കുന്ന ആളാണോ സാന്ദ്ര? അങ്ങനെ നന്നായി പഠിക്കുന്നു. ട്യൂഷൻ ഉണ്ടോ? ഇല്ല. ട്യൂഷൻ ഇല്ല, വീട്ടിലിരുന്ന് പഠിത്തമുള്ളൂ. എന്താണ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്? എന്തൊക്കെയാണ്? ഡാൻസ് ചെയ്യാറുണ്ട്. പിന്നെ സൈക്ലിംഗ്, സ്വിമ്മിംഗ്. പാട്ട് പാടുവോ? പാട്ട് വേണമെങ്കിൽ പാടാം. നമുക്ക് രണ്ടുപേരും ശ്രമം നടത്തി നോക്കാം അല്ലേ? ഓക്കെ, എന്തായാലും നമുക്ക് തുടങ്ങിക്കോ. എന്നോ ഞാൻ എൻ്റെ മുറ്റത്തൊരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു, കണ്ണീർ തേവി നനച്ചെന്റെ പൂവിൻ പൊൻതൂവൽ കൊണ്ടു. ഇത്രേ അറിയൂ. അതാണ് ആ ഒരു ധൈര്യമാണ് നമ്മുടെ നാടിന്റെ പ്രത്യേകത അല്ലേ? ഓക്കെ, കമ്മൽ എവിടെയാണ് ഇട്ടത്? ഒരു പൂച്ചയുടെ കമ്മലൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ? വെറൈറ്റി. നമ്മൾ മൊത്തം വെറൈറ്റി ആണ് അല്ലേ? ഫുൾ വെറൈറ്റി ആണ്. അടുത്തയാള്? എന്റെ പേര് ഹൃദയ. സാന്ദ്ര. നിങ്ങളുടെ റിലേഷൻ ആണോ? അല്ല, ഇവിടെ വെച്ച് കണ്ടുമുട്ടിയതാണ്. എന്ത് ചെയ്യുന്നു മോൾ? എന്ത് ചെയ്യുന്നു? ഞാൻ +2. എവിടെയാണ്? ഞാൻ ശരിക്കും ഇവിടുത്തെ കുട്ടിയല്ല. എവിടുത്തെ കുട്ടിയാണ്? ഞാൻ ശരിക്കും ബോംബെയിലെയാ. ബോംബെയിലെ കുട്ടിയാണല്ലേ? ഓക്കെ, ബോംബെയിലെ കുട്ടി എങ്ങനെ ഈ നാട്ടിൽ വന്നത്? അത് ഇപ്പൊ അവിടെ വെക്കേഷനാ. അപ്പൊ നമ്മൾക്ക് വെക്കേഷൻ എല്ലാരും നമ്മൾ ഇവിടെ വരും. മോടെ ആരാണ് ഇവിടെ ഉള്ളത്? എന്റെ ഫുൾ ഫാമിലി ഇവിടെയുള്ള. അച്ഛൻ, അമ്മ, ചേച്ചി, ഞാൻ. ഞങ്ങൾ 4 പേരും ബോംബെയില്. എങ്ങനെയുണ്ട് ബോംബെ ജീവിതമൊക്കെ? കുഴപ്പമില്ല. അപ്പം ഇനി തിരിച്ചുടനെ പോവും? തിരിച്ച് ഡേറ്റ് കൺഫേം ആയിട്ടില്ല, എപ്പാ പോവാന്ന്. എങ്ങനെയാണ്? നമ്മുടെ നാട് ഇഷ്ടമല്ലേ? പിന്നെ അല്ലാണ്ട് നമ്മുടെ നാട് തന്നെയല്ലേ? അതാണ്. വെരി ഗുഡ്. അടുത്തയാള്? എന്റെ പേര് സാന്ദ്ര. വീട് എവിടെയാണ് സാന്ദ്ര? എന്ത് ചെയ്യുന്നു സാന്ദ്ര? ഞാൻ അക്ഷയയില് വർക്ക് ചെയ്യുന്നു. അക്ഷയയില്. സാന്ദ്രയെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാല് നമ്മുടെ സഞ്ചരിക്കുന്ന സ്വർണ്ണക്കട. സ്വർണ്ണമൊന്നും അല്ലേ? നല്ല ഭംഗിയുണ്ട് സാന്ദ്രയെ കാണാൻ. വീട്ടിലാരൊക്കെയുണ്ട്? രാവിലെ അമ്പലത്തിൽ പോയി. ഓക്കെ, അപ്പൊ കള്ളക്കുറി അല്ല എന്ന് അറിയിക്കാനാണല്ലേ? വീട്ടിലാരൊക്കെയുണ്ട്? ഞാന്,
എന്റെ അമ്മ, എന്റെ ഹസ്ബൻഡ്, ഒരു മോള്. ഒരു ഹസ്ബൻഡ് എന്തിയെ? ഹസ്ബൻഡ് ഇവിടെ എവിടെയോ ഉണ്ട്. ഉണ്ട്, വിളിച്ചിട്ടുണ്ട്. എന്തിയെ സാന്ദ്രയുടെ ഹസ്ബൻഡ് എന്തിയെ? ആ, വെരി ഗുഡ്. എന്റെ സാന്ദ്രയുടെ ഹസ്ബൻഡ് നല്ല പൊന്നു പോലെയാ കൊണ്ട് നടക്കുന്നത് കേട്ടോ, അല്ലേ? പൊന്നോ, അത് കൂടുതലാണല്ലേ. മോനോ മോളോ? മോളാണ്. പേരെന്താ? വജ്ര. വജ്ര. ആ, ഇതാണ് സാന്ദ്രയുടെ മോള്. എന്താ തക്കുടുക്കുട്ടി. ഇതാണ് സാന്ദ്രയുടെ മോള്. ഒരു പേടിയില്ല, ചമ്മലും ഇല്ല. ദേ സാന്ദ്രയുടെ അച്ഛൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. എന്താ പേര്? ചോടാ, പാട്ട് പാടുവോ? ഇല്ല. ആ, ഇതാണ് സാന്ദ്രയുടെ മോള്. അപ്പം ഈ നാട് ഞാൻ പറഞ്ഞതുപോലെ നാടിൻ്റെ പ്രത്യേകത ഇതൊക്കെ തന്നെയാണ്. വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ആണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ. എന്തായാലും നമുക്ക് ഇവരെല്ലാവരും നമ്മൾ പരിചയപ്പെട്ടു. നമ്മുടെ ഇനി അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് സി കേരളം സൂപ്പർ ബമ്പർ കളിച്ചു തുടങ്ങണം. ഏതായാലും സൂപ്പർ ബമ്പർ കളിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ പ്രോഗ്രാമിൻ്റെ നിയമാവലികൾ നിങ്ങൾക്കായിട്ടൊന്ന് പറയുകയാണ്. സൂപ്പർ ബമ്പറിൽ 6 റൗണ്ടുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ 120 സെക്കൻഡാണ് സമയം. 1000 രൂപയാണ് വിജയിക്ക് സമ്മാനമായി കിട്ടുന്നത്. രണ്ടാമത്തെ റൗണ്ടിൽ 100 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 2000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ റൗണ്ടിൽ 80 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 3000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാമത്തെ റൗണ്ടിൽ 60 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 5000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാമത്തെ റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 10000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാമത്തെ റൗണ്ട് 20 സെക്കൻഡാണ് സമയം. സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിയെ കാത്തിരിക്കുന്നത് സൂപ്പർ ബമ്പർ പ്രൈസായ 25000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 10000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ നിയമാവലികൾ. അടുത്തതായി സൂപ്പർ ബമ്പർ കളിക്കുന്നതിന് വേണ്ടി ആരാണ് ഇതിലേക്ക് വരുന്നത് എന്ന് നമുക്കറിയണം. അതിനുവേണ്ടി ഞാനൊരു ചോദ്യം ചോദിക്കും. അതിന് ഉത്തരം പറയുന്നവരായിരിക്കും ആദ്യമായിട്ട് ഇതിനകത്ത് എൻട്രി ആവുന്നത്. ചോദ്യം ഇതാണ്: ധന്യ വീണ എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാളത്തിൽ ഒരു നടിയുണ്ട്. ആരാണത്? നവ്യ നായർ. നവ്യ നായർ. തീർച്ചയായിട്ടും ശരിയാണ്, നവ്യ നായർ. ഏതായാലും സി കേരളം സൂപ്പർ ബമ്പറിൽ ആദ്യമായി കളിക്കാൻ ഭാഗ്യമുണ്ടായിരിക്കുന്നത് സാന്ദ്രയ്ക്കാണ്. സ്വാഗതം ചെയ്യാം സാന്ദ്രയെ സി കേരളം സൂപ്പർ ബമ്പറിലേക്ക്. സാന്ദ്രേ, അപ്പൊ അങ്ങനെ സി കേരളം സൂപ്പർ ബമ്പറിൽ കളിക്കാൻ ഭാഗ്യം ഉണ്ടായിരിക്കുകയാണ്. ഈ നാട്ടിലെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് ആണ്. സ്വന്തം വീട് എവിടെയാണ്? ഇവിടെ അടുത്ത് തന്നെയാ. ലവ് മാരേജ് ആയിരുന്നു നിങ്ങളുടെ? എത്ര വർഷം പ്രേമിച്ചു? പ്രേമെന്നൊന്നും പറയാൻ പറ്റൂല. അതെല്ലാരും പ്രേമിച്ച് കല്യാണം കഴിച്ചവര് പിന്നീട് പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പഴാ പ്രേമിക്കുന്നേ? ആണോ? ഇത് പറയും, കല്യാണം കഴിച്ചിട്ട് പറയും ഇപ്പോഴാണ് പ്രേമിക്കുന്നത്, അന്ന് പ്രേമിച്ചിട്ടില്ല. പിന്നെ എന്താണ്, ഞങ്ങൾ പ്രേമോന്നൊന്നും പറയാൻ പറ്റില്ല, അത് വീട്ടിൽ ഇങ്ങനെ പറഞ്ഞു ഇഷ്ടമാണ് അല്ലേ, അങ്ങനെയൊക്കെയല്ലേ? വീട്ടിലൊന്നും പറഞ്ഞിട്ടുണ്ടല്ലേ? ഇല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇല്ല, കുഴപ്പമില്ല. അപ്പം ഇഷ്ടപ്പെട്ടു, കെട്ടി അല്ലേ? ഒരു മോളും. സന്തോഷമായിട്ടിരിക്കുന്നു. ഏതായാലും നമ്മുടെ സൂപ്പർ ബമ്പറിന്റെ ഗെയിമിന്റെ കാര്യങ്ങളൊക്കെ അറിയാലോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 പെട്ടികൾ സാന്ദ്രയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഒന്നില് പണപ്പെട്ടിയുണ്ട്, ഒന്നില് പണിപ്പെട്ടിയുണ്ട്. പണപ്പെട്ടിയിൽ നിന്ന് പണം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പണിപ്പെട്ടിയിൽ നിന്ന് പണിയെടുത്ത് വിജയിച്ചാൽ മാത്രമേ പണിപ്പെട്ടിയിൽ നിന്ന് പണി കിട്ടും. ഉറപ്പായിട്ട് കിട്ടും, തീർച്ചയായിട്ടും കാത്തിരിപ്പുണ്ട്. ഏതായാലും നമുക്ക് സാന്ദ്രയ്ക്കുള്ള പണി എന്താണെന്ന് നോക്കാം. ഒരു സാന്ദ്രയ്ക്കുള്ള ആദ്യത്തെ പണി, ആദ്യത്തെ ഗെയിം എന്താണെന്നറിയാം. ഗെയിമിന്റെ പേരാണ് പകർന്നാട്ടം. അപ്പോ സാന്ദ്ര ആദ്യത്തെ ഗെയിമിലേക്ക് റെഡി ആയിട്ട് നിൽക്കുകയാണ് അല്ലേ? എന്താണ് പകർന്നാട്ടം എന്ന് മനസ്സിലായോ? ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കുറെ ബോൾ കണ്ടോ? നിങ്ങൾ കണ്ടോ? ഇവിടെ കുറെ ബോൾ കൂട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റിക്ക്, അതായത് എന്താ സ്റ്റിക്ക് എന്താന്ന് വെച്ചാൽ അറ്റത്ത് ശരിക്കും പറഞ്ഞാൽ ബലൂണൊക്കെ കണ്ടില്ല, ബലൂൺ ഇങ്ങനെ കോലെ കമ്പ് കെട്ടി തൂക്കിയിരിക്കുന്ന ബലൂൺ കണ്ടില്ല, അതിന്റെ സ്റ്റിക്കാണിത്. ഇപ്പൊ ഈ സ്റ്റിക്ക് എടുക്കുക, അതിന്റെ മേലെ ബോൾ വെക്കുക, ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് എന്റെ ദൈവമേ, ഇത് പിടിച്ചിട്ട് ഇതിന്റെ അറ്റത്ത് പിടിക്കണം. ഞാൻ പിടിച്ചിരിക്കുന്ന ഇതിന്റെ അറ്റത്ത് പിടിച്ചിട്ട് ഇത് കൊണ്ടുപോയി ഈ കുപ്പിയുടെ മുകളിൽ പകർന്നു വെക്കുക. ഞാൻ സ്ഥിരമായിട്ട് അങ്ങനെ പകർന്നു വെക്കുന്നില്ലാത്തതുകൊണ്ട് എനിക്ക് പരിചയമില്ല. എന്തായാലും ഗെയിം മനസ്സിലായോ സാന്ദ്ര? മനസ്സിലായി. സാന്ദ്രയ്ക്കുള്ള ഈ ഗെയിമിന്റെ സമയം എന്ന് പറയുന്നത് 120 സെക്കൻഡാണ്. ഇത് ജയിച്ചു കഴിഞ്ഞാൽ സാന്ദ്രയ്ക്ക് ഉറപ്പുള്ള സമ്മാനം എന്നത് 1000 രൂപയാണ്. ആദ്യത്തെ ഗെയിമിൽ സമ്മാനം കിട്ടുന്നത് ഉറപ്പുള്ള സമ്മാനമാണ്. അതിനുശേഷം അടുത്ത ഗെയിമിലേക്ക് നമ്മൾ പോകും. അതിനു മുമ്പ് ആദ്യത്തെ ഗെയിമിൽ ജയിക്കണം. പറ്റുകയല്ലേ? ശ്രമം നടത്തുകയല്ലേ? സാന്ദ്ര കൊണ്ട് പറ്റൂന്നേ. ചേട്ടനുണ്ട് അവിടെ നിന്ന് വീഡിയോ പിടിക്കുന്നത്. ഇതിലേ പോയി. അവിടെ ഉണ്ട് പുള്ളി ഫ്രണ്ടിലുണ്ട് അല്ലേ?
ശക്തമായിട്ട് കൂടെയുണ്ട്. അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഗെയിമിന്റെ പേരാണ് പകർന്നാട്ടം. നമുക്ക് കളി തുടങ്ങാം. സൂപ്പർ ബമ്പർ. പിടിച്ചോ. ആയി വിളക്കൊക്കെ പോവാം. കത്തിക്ക ദീപം കയ്യടിക്ക. വെരി ഗുഡ്, വെരി ഗുഡ്. 20 സെക്കൻഡ് കഴിഞ്ഞു. പോയി. കെയർഫുള്ളായിട്ട്, കെയർഫുള്ളായിട്ട്. അങ്ങനെ മൈപ്പിയാ നേരെ വിചാരിച്ചോണ്ട് ചെയ്യങ്ങോട്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ് 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 യെസ്. സമയം, സമയം പതുക്കെ. സമയമുണ്ട്, സമയമുണ്ട്. 120 സെക്കൻഡ് സമയം. യെസ് യെസ് യെസ്. ആക്കി പിടിച്ചിരിക്കുകയാണ്. കൈയടിക്കുക, കൈയടിക്കുക. കളി. സമയം, സമയം, സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ് യെസ്. തീർച്ചയായിട്ടും 120 സെക്കൻഡ് സമയം ഉണ്ടായിരുന്നു. അതിനു മുന്നേ സമ്മാനം എത്രയാണ്? എത്രയാണ്? 1000 രൂപ. സി കേരളം സൂപ്പർ ബമ്പർ നമ്മൾ കളി തുടങ്ങിയിരിക്കുകയാണ്. ഗെയിം ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യത്തെ ഗെയിമിൽ ഉറപ്പുള്ള 1000 രൂപയാണ് സമ്മാനം. 1000 രൂപ സമ്മാനം വേണ്ടേ? അടുത്ത ഗെയിമിലേക്ക് പോകണ്ടേ? അടുത്ത ഗെയിമിലേക്ക് പോകാം. 1000 രൂപ സമ്മാനം കൊടുക്കാം. അതിനു മുന്നേ ഷോർട്ട് ബ്രേക്ക്. Super Bumper, co-powered by Parley Hide and Seek Chocolate Chip Cookies. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. സാന്ദ്രയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സാന്ദ്ര 1000 രൂപ നമ്മൾ തമ്മിൽ കടമുണ്ട് അല്ലേ? 1000 രൂപ തീർച്ചയായിട്ടും സാന്ദ്രയ്ക്ക് വേണം. ഓക്കെ. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ സാന്ദ്രയ്ക്ക് സൂപ്പർ ബമ്പറിലെ ആദ്യത്തെ സമ്മാനം 1000 രൂപ. യെസ് സാന്ദ്രേ, അപ്പൊ നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാം അല്ലേ? അടുത്ത ഗെയിം എന്ന് പറയുന്നത് 2000 രൂപയുടെ ഗെയിമാണ്. 2000 രൂപയുടെ ഗെയിമിൽ ജയിച്ചു കഴിഞ്ഞാൽ 3000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രി മാത്രമാണ്. അപ്പൊ അടുത്ത കളി നമുക്ക് ഉറപ്പായിട്ടും ജയിക്കല്ലേ? അപ്പൊ ഗെയിം, സാന്ദ്രയ്ക്കുള്ള ഗെയിം ഏതാണെന്ന് നമുക്ക് നോക്കാം. നോക്കാം. എടുത്തോളൂ. സാന്ദ്രയ്ക്കുള്ള 8ന്റെ പണി. അടുത്ത ഗെയിം 2000 രൂപയുടെ ഗെയിം, 3000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രി ഗെയിം ഇതാണ്. ത്രോ ആൻഡ് ക്യാച്ച്. സാന്ദ്രേ, ഇപ്പൊ ത്രോ ആൻഡ് ക്യാച്ച് എന്താണ്? ത്രോ ആൻഡ് ക്യാച്ച് ഗെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ത്രോ ആൻഡ് ക്യാച്ച് ആണ്. ഇവിടെ കുറെ വൈൻ ഗ്ലാസ് ഇരിപ്പുണ്ട്. ഈ വൈൻ ഗ്ലാസ് എടുക്കുക, മനസ്സിലായോ? എന്നിട്ട് ഇതിങ്ങനെ കറക്കിയിട്ട് ഇങ്ങനെ പിടിക്കുക. ഞാൻ പിടിച്ച് ശരിയായില്ല, ഇവിടെ ഒന്നുകൂടെ കാണിക്കുക. കറക്റ്റായിട്ട് ഞാൻ ഇന്ന് ചെയ്യുന്നതായിരുന്നു, ഇന്ന് ശരിയാകുന്നില്ല, എന്താണെന്ന് അറിയില്ല. ഇത് പിടിക്കുന്നു. അങ്ങനെ അങ്ങനെയല്ല. ഏതായാലും ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം. ഇങ്ങനെയല്ല ചെയ്യണ്ടേ. ഇതിങ്ങനെ പിടിക്കുക, വൈൻ ഗ്ലാസിനകത്തേക്ക് തിരിച്ച് പിടിക്കുക. സമയം എത്രയാണെന്നറിയാവോ? എത്ര സമയമുണ്ട്? 100 സെക്കൻഡാണ് സമയം. ഇപ്പൊ ഇതിനകത്താക്കിയിട്ട് വൈൻ ഗ്ലാസിനാക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട്, ഇങ്ങനെയല്ല ആക്കിയിട്ട് ഇവിടെ കൊണ്ടുപോയി വെക്കുക. എത്ര സമയമാണുള്ളത്? 100 സെക്കൻഡാണ് സമയം. 10 എണ്ണമാണ് ഇതുപോലെ വെക്കേണ്ടത്. ജയിച്ചാൽ 2000 രൂപ കിട്ടുകയല്ല, 3000 രൂപയുടെ കളിയിലേക്ക് പോവാം. ഓക്കെ, ഏതായാലും ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 3000 രൂപയുടെ ഗെയിമാണ്. ഗെയിം സ്റ്റാർട്ട്. ഓക്കെ, നല്ല കയ്യടി. ആഞ്ഞു പിടിച്ചോ ചന്ദ്രേ. യെസ്. അപ്പൊ ഞാൻ പഠിപ്പിച്ച പോലെ തന്നെ ചെയ്യുന്നുണ്ടല്ലേ? ഞാൻ പഠിപ്പിച്ച പോലെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് 2. അടുത്തത് 3. കയ്യടിക്ക്. ഓക്കെ, റെഡി. ഓക്കെ, 1 2 3 4 5. 100 സെക്കൻഡാണ് സമയം. കയ്യടിക്ക്. യെസ്. 35 സെക്കൻഡ് കഴിഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. 8. 40 സെക്കൻഡ് കഴിഞ്ഞു. 9. 50 സെക്കൻഡ് കഴിഞ്ഞു. ചെയ്തിരിക്കുകയാണ്. അതെ, സാന്ദ്ര 2000 രൂപയുടെ ഗെയിമിൽ വിജയിച്ചിരിക്കുന്നു. നല്ലൊരു കയ്യടി. അടിപൊളി.
സന്തോഷമായില്ലേ ഗോപിയേട്ടാ? എന്ത് തോന്നുന്നു? സന്തോഷം. അതിസാഹസികമായ ഈ ഗെയിമിൽ വിജയിച്ച സാന്ദ്രയ്ക്ക് എന്താണ് പറയാനുള്ളത്? എന്താണ് സന്തോഷമായി. അതായത് 2000 രൂപയുടെ ഗെയിമിൽ സാന്ദ്ര ജയിച്ചിരിക്കുകയാണ് കേട്ടോ. അതായത് 3000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രി വന്നിരിക്കുകയാണ്. അപ്പോൾ 3000 രൂപയുടെ ഗെയിമിലേക്ക് പോകാൻ തയ്യാറല്ലേ? തയ്യാറാണ്. അപ്പോൾ സാന്ദ്ര 3000 രൂപയുടെ ഗെയിമിലേക്ക് പോവുകയാണ്. സാന്ദ്രയ്ക്കുള്ള പണി ഏതാണെന്ന് നമുക്ക് നോക്കാം. സാന്ദ്രയ്ക്ക് ഇന്ന് ഏത് പണിയായിരിക്കും കാത്തു വെച്ചിരിക്കുന്നത്? സാന്ദ്ര ഏതായാലും വിചാരിച്ചോ? വിചാരിച്ചു. സാന്ദ്രയ്ക്കുള്ള ഗെയിമിന്റെ പേരാണ് കയ്യാലപ്പുറത്തൊരു വള. സാന്ദ്രേ, കയ്യാലപ്പുറത്തെ വള, കയ്യാലപ്പുറത്തൊരു വള, അതാണ് നമ്മൾ കളിക്കാൻ പോണ ഗെയിം. എത്ര രൂപയുടെ ഗെയിമാണ്? 3000 രൂപയുടെ ഗെയിം. ഇത്തിരി പേടിയൊക്കെ ആയി തുടങ്ങി. 3000 രൂപയുടെ ഗെയിം. സന്തോഷമുണ്ടോ? കുറച്ച്. സന്തോഷിക്കാൻ ഒരു പാട്ട് കൂടെ പഠിക്കുന്നല്ലോ. നിലാവേ നിലാവേ നീ മയങ്ങല്ലേ, കിനാവിൻ കിനാവായി നീ തലോടില്ലേ, പ്രണയരാമഴയിൽ ഈ പവിഴവല്ലികൾ തൻ നിറമിഴികൾ തഴുകൂ, വെണ്ണിലാവേ നിലാവേ നീ മയങ്ങല്ലേ. എങ്ങനെയുണ്ട് വിശേഷങ്ങളൊക്കെ? നിങ്ങളുടെ പ്രണയവല്ലരി പൂത്തെളിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഇപ്പോ വിവാഹം കഴിഞ്ഞിട്ട് 3 കൊല്ലം. പ്രണയിച്ചിട്ട് അപ്പൊ മൊത്തത്തിൽ ഒരു 5 വർഷം. 4. അപ്പൊ കറക്റ്റ്. ഞാൻ മുമ്പ് എന്നോട് 1 വർഷം എന്നാ പറഞ്ഞത്. എങ്ങനെ ഒന്നുകൂടെ കൂടിയാലോ എന്ന് കരുതി ഒന്നുകൂടെ ചോദിച്ചാ. അപ്പോ നമുക്ക് എന്തായാലും 3000 രൂപയുടെ ഗെയിമിലേക്ക് പോവാം അല്ലേ സാന്ദ്ര? ഓക്കെ, വന്നോളൂ. കയ്യാലപ്പുറത്തെ വളയാണ്. ഇവിടെ ഒരു സ്റ്റിക്ക് ഇരിപ്പുണ്ട്. സ്റ്റിക്ക് എടുക്കുക. സ്റ്റിക്കിന്റെ മേലെ ഇങ്ങനെ വള വെക്കണം. എന്നിട്ട് ഇതിന്റെ അറ്റത്ത് പിടിച്ചുകൊണ്ട് പോകണം. എന്നിട്ട് നേരെ ഈ സ്റ്റിക്ക് കുപ്പിയുടെ മുകളിൽ റെഡിയാക്കി ഇങ്ങനെ അനക്കാതെ നിർത്തണം. മനസ്സിലായോ? സമയം എത്രയാണ്? 80 സെക്കൻഡ് ആണ് സമയം. നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. കയ്യാലപ്പുറത്തൊരു വള എന്ന ഗെയിമാണ്. അപ്പോൾ എന്തായാലും സാന്ദ്രയാണ് കളിക്കുന്നത്. 3000 രൂപയുടെ ഗെയിമാണ്. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട്. യെസ്, സൂക്ഷിച്ച് കെയർഫുൾ ആയിട്ട്. 80 സെക്കൻഡ് ആണ് സമയം. കൈ പിടിക്കരുത്. 10 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. പോയി. ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച്. പറ്റും സാന്ദ്ര. സാന്ദ്ര പതുക്കെ കൈയടിക്കുക. നിങ്ങള് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ട്. സാന്ദ്ര 3000 രൂപയുടെ ഗെയിമാണ്. കളയരുത് സാന്ദ്ര, കളയരുത്. പതുക്കെ 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 പതുക്കെ. സാന്ദ്ര പതുക്കെ. ശ്രദ്ധിച്ച് 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 ശ്രദ്ധിച്ച്. എവിടെയും അടുത്തത്. സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാന്ദ്ര. രൂപയുടെ ഗെയിമാണ് സാന്ദ്ര. കളയരുത്. 10 9 8 യെസ്. ഓക്കെ, അത് അംഗീകരിച്ചു. അടുത്തത് 5 എണ്ണം വെക്കണം. 8 7 6 5 4 3 2 1 0. അൺഫോർച്ചുനേറ്റ്ലി സാന്ദ്രയ്ക്ക് ഈ ഗെയിമിൽ നിന്നും പുറത്താകേണ്ടി വന്നിരിക്കുകയാണ്. എങ്കിലും സാരമില്ല സാന്ദ്ര, ഒരുപാട് നന്നായിട്ട് ചെയ്തു, നന്നായിട്ട് പാടി. ഒരുപാട് സന്തോഷം. ഏതായാലും വീണ്ടും കാണാം. നന്മകൾ വരട്ടെ. സ്വീകരണം സൂപ്പർ ബമ്പറിൽ വന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. ഏതായാലും സാന്ദ്ര അൺഫോർച്ചുനേറ്റ്ലി പുറത്താകേണ്ടി വന്നിരിക്കുകയാണ്. പുറത്തുനിന്ന് ആരെങ്കിലും ഈ ഗെയിം കളിക്കാൻ തയ്യാറാണോ? നല്ലൊരു സമ്മാനമുണ്ട്. ഇതിനകത്ത് 6 കുപ്പിയാണ്. പക്ഷേ നിങ്ങൾ 3 കുപ്പിയിൽ ഇതേ ഗെയിം ചെയ്താൽ മതി. ആർക്കാണ് ധൈര്യമുള്ളത്? വന്നോളൂ. എന്താ പേര്? ബിജു. ബിജു എന്ത് ചെയ്യുന്നു? ബിജു അധ്യാപകനാണ്. അധ്യാപകനാണ്. എവിടെയാണ്? കണ്ണൂർ സ്കൂളാണ്. ഈ നാട്ടുകാരനാണോ? അതെ. ഓക്കെ, നല്ലൊരു കൈയടി നാട്ടുകാരനെ. നാടിനെ മാന്യക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്തായാലും ഈ തോറ്റ ഗെയിം, സാന്ദ്ര തോറ്റ ഗെയിം വീണ്ടും കളിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. 5 എണ്ണത്തിൽ 3 എണ്ണം വെച്ചാൽ മതി. അപ്പൊ 3 എണ്ണം വിട്ടാൽ മതി. ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഗെയിം സ്റ്റാർട്ട്.
ബിജു ബോസ് ബോസാണോ? പിടിച്ചോ. സപ്പോർട്ട് ഉണ്ട്. അച്ഛനെ പിടിക്കണം. യെസ്. ആ പോയി. കൈ വരയ്ക്കുന്നുണ്ട് ബിജു ബോസ്. ആ റെഡി. അച്ഛത്തെ പിടിക്കുക. ബാലൻസ് ചെയ്ത് സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 80 സെക്കൻഡാണ് സമയം. യെസ് യെസ്. എല്ലാം പോയി. 20 സെക്കൻഡൂടെ ബാലൻസ് ഉള്ളൂ. ആഹാ സാന്ദ്രേ അഭിമാനിക്കാം. റെഡി 10 9 8 7 6 5 4 3 2 1 0. ഇനി ആർക്കാണ് ധൈര്യമുള്ളത്? ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കും ധൈര്യമില്ല ബിസാറേ. എന്തായാലും ബിസാറിൽ ശ്രമം നടത്തി. ഒരുപാട് സന്തോഷം. ഇനി നമുക്ക് എന്താണ്, ഇനിയും 4 കണ്ടസ്റ്റന്റ് കളിക്കാനുണ്ട്. 4 പേര് കളിക്കാനുണ്ട്. എന്റെ ടീച്ചർ വരുന്നത് ഞാൻ കണ്ടുപോലും ഇല്ല കേട്ടോ. എന്നാണ്ട് വിശേഷം? നല്ല വിശേഷമൊക്കെ ഉണ്ട്. സുഖമുണ്ട് അല്ലേ? സുഖം തന്നെ. ബിജുമാഷേ ഇനി ഞങ്ങൾ തമ്മിലാവാൻ കാര്യങ്ങൾ കേട്ടോ. അപ്പൊ ഓക്കെ, സന്തോഷം. വീണ്ടും കാണാം. ഓക്കെ. അപ്പൊ നമ്മുടെ ടീച്ചർ വന്നിട്ടുണ്ട്. ടീച്ചറെ ഇവിടെ വന്നോളൂ. അപ്പൊ ഈ ഗെയിം കളിക്കാനായിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത്. എവിടെ വീട്? എവിടെയാ? ഇവിടെ അടുത്ത് തന്നെ. ഇവിടെ അടുത്ത് തന്നെ. എന്തുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷം. പേരെന്താണ്? കാർത്തിക അണ്ടല്ലൂർ. കാർത്തിക അണ്ടല്ലൂർ അല്ലേ? അതൊക്കെ ഒരു എന്താ പറയുക, ഒരു ഗായകരുടെ ഒക്കെ ഒരു പേര് പോലെ എനിക്ക് തോന്നുന്നു. ഇല്ലൊരു കഥാപ്രസംഗം പറയുന്ന, ഇല്ലൊരു ആർട്ടിസ്റ്റ് പേര്. കലാകാരിയാണോ? ആണോ? പാട്ട് പാടുവോ? രണ്ടുപേരും പാടാം. ഓക്കെ, തുടങ്ങിക്കോളൂ. വിരലൊന്നു മുട്ടിയാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളെ, ആനന്ദമാധുരിയിൽ ഞാൻ അലിഞ്ഞാടുമ്പോൾ ഗാനം നിർത്തരുതേ, നിങ്ങളുടെ ഗാനം നിർത്തരുതേ. വിരലൊന്നു മുട്ടിയാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളെ, ആനന്ദമാധുരിയിൽ ഞാൻ അലിഞ്ഞാടുമ്പോൾ ഗാനം നിർത്തരുതേ, നിങ്ങളുടെ ഗാനം നിർത്തരുതേ. അടിപൊളി, നല്ല കയ്യടി ടീച്ചറെ, നന്നായിട്ട് പാടി കേട്ടോ. അതായാലും നമുക്ക് ഗെയിമിലേക്ക് പോവാം അല്ലേ? ടീച്ചർ എന്നാൽ തുടങ്ങിക്കോളൂ. 80 സെക്കൻഡാണ് സമയം. കണ്ടല്ലോ അവർ ചെയ്യുന്നത്. അപ്പം ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ടീച്ചറാണ് കളിക്കാൻ പോകുന്നത്. ഗെയിം സ്റ്റാർട്ട്. അതൊക്കെ ശ്രദ്ധിച്ച് നല്ല കോൺഫിഡന്റോട് കൂടിയാണ് ടീച്ചർ. ദീപം തെളിയിക്കാൻ പോണ പോലെയാ പോണേ. പോയി അടുത്തെടുത്തോളൂ. അതൊക്കെ ശ്രദ്ധിച്ച്, ദീപം കടരുത്. അല്ലേ പതുക്കെ. ആയിക്കോട്ടെ, പതുക്കെ കൊണ്ട് വെക്കണം. പതുക്കെ ശ്രദ്ധിച്ച് വെക്കണം ടീച്ചറെ. ആണ്ട് പോയി. അടുത്തെടുത്തോളൂ. സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 40 സെക്കൻഡ് കൂടെ നമുക്ക് സമയം ബാക്കിയുള്ളൂ. ഓക്കെ. യെസ്, പോയി. 20 സെക്കൻഡ് കൂടെ ബാക്കിയുള്ളൂ. 10 സെക്കൻഡ് കൂടെ ബാക്കിയുള്ളൂ. 10 9 8 7 6 5 4 2 1 0. ടീച്ചറെ സമയം കഴിഞ്ഞു പോയി ടീച്ചറെ. ഏതായാലും ഒരുപാട് സന്തോഷം ടീച്ചറിനെ ഇവിടെ കൊണ്ടുവരാൻ കഴിച്ചല്ലോ. നല്ലൊരു കലാകാരിയാണല്ലേ? പഴയ ഒരു കലാകാരിയാണ്. ഒരുപാട് സന്തോഷം. ഈ നാടിന്റെ ഒരു അഭിമാനമാണ്. ഒരുപാട് സന്തോഷം. അപ്പോൾ സി കേരള സൂപ്പർ ബമ്പർ കളിക്കുവാനായിട്ട് ഇനി 4 പേരുടെ കാത്തിരിപ്പുണ്ട്. അവരെ നമുക്ക് വെൽക്കം ചെയ്യാം. അതിനു മുമ്പ് a short break. Super Bumper, co-powered by Parley Hide and Seek Chocolate Chip Cookies. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. 4 പേരൂടെ വന്ന് നിൽപ്പുണ്ട് അടുത്ത ഗെയിം കളിക്കുവാനായിട്ടല്ലേ? അപ്പൊ റെഡിയല്ലേ? അപ്പോ ആരാണ് ഇനി അടുത്തായിട്ട് കളിക്കാൻ പോണത്? മോളാണോ? മോളല്ല, മോനാണോ? യെസ് മോനെ. അപ്പോ ചോദ്യം ഇതാണ്, ഇഷ്ടപ്പെട്ട നടൻ ആരാണ്? സുരേഷ് ഗോപി. സുരേഷ് ഗോപി. ഏതാണ്? ദുൽഖർ.
മമ്മൂട്ടി അങ്ങനെയൊന്നുമില്ല, എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ, ഞാൻ ഏത് കേസും പഠിക്കും. ഓക്കെ, ചോദ്യം ഇതാണ്. സുരേഷ് ഗോപിയുടെ പുന്നക്കാടൻ IPS ഏത് സിനിമയിലെ ക്യാരക്ടറിന്റെ പേരാണ്? 2020. തീർച്ചയായിട്ടും ശരിയാണ്. സുരേഷ് ഗോപി ഫാൻ തന്നെയാണല്ലേ? ഓക്കെ. പ്രവീൺ തിരുവാരത്ത് എന്നാണ് നെയിം. ഇദ്ദേഹം ഒരു ഇൻഷുറൻസ് ഏജന്റ് ആണ്. കേരളം ഒട്ടാകെ യാത്ര ചെയ്യുന്ന ഒരാളാണ്. സിനിമകളെ സ്നേഹിക്കുന്ന ആളാണ്. സുരേഷ് ഗോപിയെ സ്നേഹിക്കുന്ന ആളാണ്. അതിലുപരി ഒരുപാട് സൗഹൃദങ്ങളുള്ള ആളാണ്. ഏതായാലും താങ്കൾക്ക് സ്വാഗതം സി കേരളം സൂപ്പർ ബമ്പറിലേക്ക്. പ്രവീൺ ഭായ്, അപ്പൊ നമുക്ക് ആദ്യത്തെ ഗെയിമിലേക്ക് പോകാം അല്ലേ? തീർച്ചയായിട്ടും റെഡി ആയിട്ട് നിൽക്കുകയാണ്. കളിക്കാൻ വേണ്ടി തന്നെ വന്നിരിക്കുകയാണ്. പൈസ കൊണ്ടേ പോകൂ, ഉറപ്പിച്ചാണ് നിങ്ങൾ? ഇദ്ദേഹം പറയുന്നത് 25,000 കൊണ്ടേ പോകുള്ളൂ എന്നാണ്. നിങ്ങൾ എന്ത് പറയുന്നു? കൊണ്ടുപോവോ? നാട്ടുകാർക്ക് സപ്പോർട്ട് കുറവാണല്ലോ. സപ്പോർട്ടില്ലേ ഇദ്ദേഹത്തിന്? ഉണ്ട്. 25,000 നേടിയിട്ടേ പോളൂ. ആദ്യത്തെ ഗെയിം എന്താണെന്ന് നമുക്ക് നോക്കാം. ഉറപ്പാണോ? ഓക്കെ, വന്നോളൂ. പ്രവീണിനെ കാത്തിരിക്കുന്ന ആദ്യത്തെ ഗെയിമാണ് വെട്ടൊന്ന് മുറി 2. പ്രവീണെ, അപ്പൊ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി കാണും. വെട്ടൊന്ന് മുറി 2. പാവയ്ക്ക് കുറെ എണ്ണ ഇവിടെ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. 120 സെക്കൻഡാണ് സമയം. 120 സെക്കൻഡ് സമയത്തിനുള്ളിൽ വെട്ടി മുറിക്കണം. വെട്ടി 2 പീസാക്കി തുണ്ടമാക്കി താഴെ ഇടണം. പക്ഷെ ഇത് കണ്ണ് കെട്ടിയിട്ടാണ് ചെയ്യുന്നത്, മാസ്ക് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോ നമുക്ക് ഗെയിം തുടങ്ങാം. 120 സെക്കൻഡ് സമയമുണ്ട് പ്രവീണിന്. മൈക്ക് അവിടെ വെച്ചോളൂ. ഇന്ന് ഞാൻ സുന്ദരനാക്കും. എന്താ ഭംഗി! ഹായ് ഹായ്, വാളെടുത്ത് കൈ തരാൻ. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? സുന്ദരനല്ലേ? ഓക്കെ, റെഡി? ഓക്കെ, കറങ്ങിക്കോളൂ. ഞാൻ കറക്കുന്ന പോലെ കറങ്ങിക്കോളൂ. റെഡി 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 ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. വെട്ടൊന്ന് മുറി 2. വെട്ടുന്നത് പാവയ്ക്കിട്ടാണ്, എന്റെ തലക്കിട്ടല്ല. റെഡി, സ്റ്റാർട്ട്. ഘടകം, മറുഘടകം, മോതിരം, തിരിഞ്ഞ് മറിഞ്ഞ്, യെസ്, മുന്നോട്ട്, യെസ്, 1, ഓട്ടെ, അടുത്തത്, യെസ് 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 യെസ്, വെരി ഗുഡ്, യെസ്. അത് പോയി, അത് വെട്ടിയതാണ്. അഞ്ച് പിടിച്ചോ, യെസ്. പ്രോത്സാഹിപ്പിക്ക, പറഞ്ഞു കൊടുക്ക. അത് മുറിച്ചു. താഴോട്ട്, താഴെ 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 താഴെ. വെരി ഗുഡ്, യെസ്. 120 സെക്കൻഡ് ഉണ്ടായിരുന്ന സമയം. പക്ഷേ എത്ര സെക്കൻഡിലാണ് ജയിച്ചത്? 80 സെക്കൻഡിലാണ് ജയിച്ചത്. തീർച്ചയായിട്ടും സി കേരളം സൂപ്പർ ബമ്പറിലെ രണ്ടാമത്തെ കണ്ടസ്റ്റന്റിൽ ആദ്യത്തെ ഗെയിമിൽ വിജയിച്ചിരിക്കുകയാണ്. ഓക്കെ, 1000 രൂപയാണ് സമ്മാനം. ആദ്യത്തെ ഗെയിമിൽ ഉറപ്പുള്ള സമ്മാനം വേണ്ടേ? സമ്മാനം തീർച്ചയായിട്ടും തരാം. അതിനു മുമ്പ് നമുക്കൊരു നല്ല പെർഫോമൻസ് വേണ്ടി തിരിച്ചു. പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ ഉടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി. ഓട്ടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ ഉടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി. ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നിട്ട് നീ ചാത്തിപ്പോയില്ലേടി.
ഇന്നു നിന്റെ വീട്ടിലെ കല്യാണ അലങ്കാരം, നിന്റെ വീട്ടില് കണ്ണീരാണ്ടേ. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കുടപ്പുഴയാകെ അലഞ്ഞോനാണ്ടേ. ഒട്ടുന്ന വണ്ടിയിലോ കിട്ടുന്നോരായസം നിന്നെ കുറിച്ചുള്ളതായിരുന്നു. ഒട്ടുന്ന വണ്ടിയിലോ കിട്ടുന്നോരായസം നിന്നെ കുറിച്ചുള്ളതായിരുന്നു. കാണും ചുമരും ചിത്രം വരച്ചാലോ പുതുമഴ പെയ്യുമ്പോൾ ചിത്രം മായും. കുതിരയ്ക്കോ കൊമ്പില്ല, മുതിരയ്ക്കോ മതിരില്ല, പത്തില പാമ്പിനോ പത്തിയില്ല. ഒടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കുടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി. ഉപ്പു മുളകില്ല, പാലിനോ കയ്പില്ല, വിളയിൽ വീട്ടാത്ത രാഗമില്ല. ഉപ്പു മുളകില്ല, പാലിനോ കയ്പില്ല, വിളയിൽ വീട്ടാത്ത രാഗമില്ല. പെണ്ടരും വെട്ടാലോ പേരും പാമ്പും വഴിമാറും, കണ്ടാലറിയാത്തോൻ കൊണ്ടറിയും. ഉടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ ഉടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി. ഉടപ്പഴം പോലൊരു പെണ്ണിനെ കിട്ടില്ല, ഉടപ്പുഴ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഉടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കുടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി. വെട്ടി തകർത്തു അല്ലേ? വെട്ടി തകർത്തു. നമ്മുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. എവിടെ ചെന്നാലും മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഗെയിമിലെ ആദ്യത്തെ സമ്മാനം 1000 രൂപ. ഓക്കെ, ഉത്സവമായി മത്സരമായി 1000 രൂപ സമ്മാനം. താങ്ക് യു. അപ്പോ അടുത്ത ഗെയിമിലേക്ക് പോവല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഇനി പോവാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം ഏതാണ്? യാത്ര പോവാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലം എന്ന് വെച്ചാല് ഷിംല. നല്ല സ്ഥലമാണോ? നല്ല സ്ഥലമാണ്. പോയിട്ടുണ്ടോ? പോണം, പറഞ്ഞു കേട്ടിരിക്കുന്നു അല്ലേ? ഓക്കെ, എന്തായാലും ഷിംലയ്ക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അപ്പൊ നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാം. അടുത്ത ഗെയിമിൽ ഏതാണ് വന്നു വെച്ചിരിക്കുന്ന പണി, വന്ന് നിൽക്കുന്ന പണി ഏതാണെന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും എടുത്തോളൂ. പ്രവീണിനെ തേടിയിരിക്കുന്ന പണി, അതായത് 2000 രൂപയുടെ ഗെയിം 3000 രൂപയുടെ ഗെയിമിലേക്ക് പോകാനുള്ള എൻട്രിയാണ് ഈ ഗെയിം. ഗെയിമിന്റെ പേരാണ് വളഗോപുരം. പ്രവീണെ, തീർച്ചയായിട്ടും വളഗോപുരം എന്താണെന്ന് അറിയണ്ടേ? തീർച്ചയായിട്ടും വളഗോപുരം പറഞ്ഞു തരാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തീർച്ചയായിട്ടും. ആദ്യമായിട്ട് ഇവിടുന്ന് ഒരു ഗോപുരം, അതായത് ഒരു ഗ്ലാസ് എടുക്കുക, ഇവിടുന്ന് ഒരു വളയെടുക്കുക, വീണ്ടും ഗോപുരം എടുക്കുക, വീണ്ടും വളയെടുക്കുക. കാര്യങ്ങൾ മനസ്സിലായി? അങ്ങനെ 25 വളകളും 25 ഗോപുരവുമുള്ള ഒരു വലിയ ഗോപുരം ഉണ്ടാക്കണം. കാര്യങ്ങളെല്ലാം പ്രവീണിന് മനസ്സിലായി, പ്രേക്ഷകർക്കും മനസ്സിലായി. അതായത് 25 ഗ്ലാസുകളും 25 വളകളും അവസാനം ഉണ്ടാവണം. സമയം എത്രയാണ്? അല്ലല്ലോ, 100 സെക്കൻഡാണ് സമയം. ആദ്യം പാവയ്ക്ക വെട്ടിയിട്ടത് 120 സെക്കൻഡ്, 20 സെക്കൻഡ് വീണ്ടും കുറഞ്ഞു, 100 സെക്കൻഡാണ് സമയം. അതായത് നമ്മുടെ ഗോപുരം കളി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. വളഗോപുരം. സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും
പ്രവീണാണ് മത്സരിക്കുന്നത്. 2000 രൂപയുടെ കളിയാണ് കളിക്കുന്നത്. അപ്പം ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. വളഗോപുരം 1 2 10 സെക്കൻഡ് കഴിഞ്ഞു. 2 വീടില്ല 20 സെക്കൻഡ് കഴിഞ്ഞു. 3 4 20 സെക്കൻഡ് കഴിഞ്ഞു. 20 സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. കയ്യടിക്ക് 40 സെക്കൻഡ് കഴിഞ്ഞു. സമയം പ്ലാൻ ചെയ്യണം. 50 സെക്കൻഡ് കഴിഞ്ഞു. സ്പീഡ് മറിച്ചുകളെല്ലാം ശ്രദ്ധിക്കണം. കയ്യടിക്ക് 60 സെക്കൻഡ് കഴിഞ്ഞു. ഓക്കെ, ശ്രദ്ധിക്കണം. 70 സെക്കൻഡ്. 80 സെക്കൻഡ്. ശ്രദ്ധിച്ചേട്ടാ, ശ്രദ്ധിച്ച്. 90 സെക്കൻഡ് കഴിഞ്ഞു. 10 9 8 7 6 5 4 3 2 1. Oh my God! പ്രവീൺ ചേട്ടാ ക്ഷമിക്കണം. സാരമില്ല. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. നല്ല ഗംഭീരമായിട്ട് കളിച്ചു. ഏകദേശം 20 എണ്ണത്തിന് മോളിൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ചേട്ടൻ പുറത്തായിരിക്കുകയാണ്. ഒരു വിഷമം വിചാരിക്കേണ്ട. വിഷമമുണ്ടോ? ഇല്ല. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഞാൻ അതിയായ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ സ്വീകരണത്തിന്റെ നമ്മുടെ സൂപ്പർ ബമ്പറിൽ പ്രോഗ്രാമിൽ ഗെയിമിൽ വന്ന നല്ല എനർജറ്റിക് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ഇദ്ദേഹം. നല്ലൊരു കയ്യടി. സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷം. താങ്ക് യു ചേട്ടാ. ഏതായാലും പ്രവീണിനെ നമുക്ക് പുറത്തേക്ക് വിടുകയെ രക്ഷയുണ്ടായിരുന്നുള്ളൂ. നല്ല ഒരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു. മഹാനായ APJ പറഞ്ഞിട്ടുണ്ട്, വിജയം ആസ്വാദികരമാക്കണമെങ്കിൽ പ്രയാസങ്ങൾ നേരിടുക തന്നെ വേണമെന്ന്. ഏതായാലും പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ട് തന്നെ നമുക്ക് വിജയം കൈവരിക്കാം. പുതിയ കളികളും പുതിയ ബമ്പർ പ്രൈസുകളുമായി നാളെ നിങ്ങളുടെ നഗരവും നാട് കീഴടക്കാൻ ഞങ്ങളുണ്ടാവും. അതുവരേക്കും വിട പറഞ്ഞു വരുന്നു. സി കേരളം സൂപ്പർ ബമ്പറിൽ സൂരജ് പാലക്കാരൻ.